അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കേൾക്കുന്ന ഒരു കാര്യമാണ് H-1B വിസ സ്റ്റാമ്പിംഗ്. അടുത്തിടെ ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിൽ H-1B സ്റ്റാമ്പിങ്ങിനായി പുതിയ സ്ലോട്ടുകൾ ലഭ്യമായി തുടങ്ങി എന്ന വാർത്ത നാം കണ്ടു. മാസങ്ങളോളം കാത്തിരുന്നവർക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണെങ്കിലും പ്രമുഖ ഇമിഗ്രേഷൻ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ സ്ലോട്ടുകൾ ലഭ്യമാണ്, പക്ഷേ നിങ്ങൾ നിലവിൽ അമേരിക്കയിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുത്. ഇതാണ് വിദഗ്ധർ പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ലോട്ടുകൾ കിട്ടിയിട്ടും യാത്ര ചെയ്യരുതെന്ന് പറയുന്നത്? എന്താണ് നിലവിലെ വിസ സാഹചര്യങ്ങൾ? വിസ സ്റ്റാമ്പിങ്ങും വർക്ക് ഓതറൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലെ US കോൺസുലേറ്റുകൾ വലിയ തോതിലുള്ള റീഷെഡ്യൂളിംഗ് നടത്തിയിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ആയിരക്കണക്കിന് ഇന്റർവ്യൂകൾ റദ്ദാക്കുകയും അവ 2026 പകുതിയോടെ തന്നെ മറ്റൊരു തീയതികളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ വിസ സ്റ്റാമ്പിങ്ങിനായി ഇന്ത്യയിലേക്ക് എത്തിയ നൂറുകണക്കിന് പ്രൊഫഷണലുകൾ അവിടെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ടായി. അവർക്ക് തിരികെ അമേരിക്കയിൽ വരാൻ സാധിക്കാതെ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ വിവിധ കോൺസുലേറ്റുകളിൽ റാൻഡമായി വിസ സ്ലോട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇത് കണ്ട ഉടനെ അമേരിക്കയിലുള്ളവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുകയാണ്. ഇവിടെയാണ് ഇമിഗ്രേഷൻ അറ്റോർണി എമിലി ന്യൂമാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യരുത്? ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ബുക്ക് ചെയ്ത സ്ലോട്ട് അവസാന നിമിഷം റദ്ദാക്കപ്പെടില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. കഴിഞ്ഞ ഡിസംബറിൽ സംഭവിച്ചതുപോലെ ഒരു കൂട്ടത്തോടെയുള്ള റദ്ദാക്കൽ ഉണ്ടായാൽ നിങ്ങൾ ഇന്ത്യയിൽ കുടുങ്ങും. വിസ സ്റ്റാമ്പിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് തിരികെ US വരാൻ കഴിയില്ല. കമ്പനികൾ കുറച്ചുകാലം വർക്ക് ഫ്രം ഇന്ത്യ അനുവദിക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് ഇത് പ്രായോഗികമല്ല. ഇത് നിങ്ങളുടെ കരിയറിനെയും വരുമാനത്തെയും ബാധിക്കും. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ നടപടിക്രമങ്ങളിൽ പുതിയ വശങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ വെറ്ററിംഗ് സിസ്റ്റം കാരണം പല വിസകളും അനാവശ്യമായി വൈകുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിസ പ്രുഡൻഷ്യൽ റിവോക്കേഷൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അമേരിക്കയിൽ തുടരണമെങ്കിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് വേണം എന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ വ്യത്യാസം നാം മനസ്സിലാക്കണം. H-1B വിസ സ്റ്റാമ്പ് എന്നത് നിങ്ങളുടെ പാസ്പോർട്ടിലൊരു സ്റ്റിക്കർ മാത്രമാണ്. അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ മാത്രമാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. H-1B സ്റ്റാറ്റസ് എന്നത് നിങ്ങൾ അമേരിക്കയ്ക്കുള്ളിലായിരിക്കുമ്പോൾ ഇവിടെ നിയമപരമായി ജോലി ചെയ്യാനും താമസിക്കാനും സഹായിക്കും. നിങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിലെ വിസ സ്റ്റാമ്പ് കാലാവധി കഴിഞ്ഞാലത് നിങ്ങളെ കാര്യമായി ബാധിക്കില്ല. നിങ്ങൾ രാജ്യം വിടുന്നത് വരെ വിസ സ്റ്റാമ്പിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു സ്റ്റാമ്പിങ്ങിന് വേണ്ടി മാത്രം റിസ്ക് എടുത്ത് നാട്ടിലേക്ക് പോകുന്നത് ബുദ്ധിയല്ല എന്ന് വിദഗ്ധർ പറയുന്നു. നിലവിൽ ഇന്ത്യയിലുള്ളവർക്ക് ഈ സ്ലോട്ടുകൾ ഒരു അനുഗ്രഹമാണ്. മാസങ്ങളായി നാട്ടിൽ കുടുങ്ങിയവർക്കും എമർജൻസി ആവശ്യങ്ങൾക്കായി നാട്ടിലെത്തി സ്ലോട്ട് കിട്ടാത്തവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം. അവർ എത്രയും വേഗം സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി മടങ്ങാൻ ശ്രമിക്കണം. എന്നാൽ US ഈ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്നത് വഴി നാട്ടിൽ ശരിക്കും കുടുങ്ങിക്കിടക്കുന്നവർക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം US സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഡൊമസ്റ്റിക് വിസ റിന്യൂവൽ. 20 വർഷത്തിന് ശേഷം വീണ്ടും തുടങ്ങിയ ഈ പൈലറ്റ് പ്രോഗ്രാം വഴി നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അമേരിക്കയ്ക്കുള്ളിൽ ഇരുന്ന് തന്നെ വിസ സ്റ്റാമ്പ് പുതുക്കാൻ സാധിക്കും. നിലവിൽ ഇത് സ്ലോട്ടുകൾ പരിമിതമാണെങ്കിലും ഭാവിയിൽ ഇത് കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. നാട്ടിൽ പോയി കുടുങ്ങുന്നതിനേക്കാൾ നല്ലത് ഇത്തരം പദ്ധതികൾക്കായി കാത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നാട്ടിൽ പോയി മതിയാകൂ എന്ന സാഹചര്യമാണെങ്കിൽ ചില മുൻകരുതലുകൾ എടുക്കണം. മെഡിക്കൽ എമർജൻസി പോലുള്ള കാര്യങ്ങൾക്കായി എമർജൻസി അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാം. ഇതിന് കൃത്യമായ രേഖകൾ ആവശ്യമാണ്. അതുപോലെ വിസ വൈകിയാൽ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് കമ്പനിയോട് നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. കുറച്ച് മാസങ്ങൾ നാട്ടിൽ നിൽക്കേണ്ടി വന്നാൽ നിങ്ങളുടെ US വാടക, മോൾട്ടേജ്, മറ്റ് ചിലവുകൾ എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അമേരിക്കയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇപ്പോൾ വളരെ കർശനമായി കൊണ്ടിരിക്കുകയാണ്. വിസ സ്ലോട്ടുകൾ കിട്ടുക എന്നത് വിസ നടപടിക്രമങ്ങളിലെ ഏറ്റവും എളുപ്പമുള്ള ഭാഗം മാത്രമാണ്. സ്റ്റാമ്പിംഗ് കഴിഞ്ഞ് വിസ കയ്യിൽ കിട്ടുന്നതുവരെ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ നിലവിൽ അമേരിക്കയിലുള്ളവർ ഇന്ത്യയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം.